555 ടാരോഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നാണ്. അതുപോലെ നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം ഉടനെ കാണാൻ സാധിക്കുമോ എന്നുകൂടി നോക്കുന്നുണ്ട്. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ചൊരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടും പൂർണ്ണതയോടുകൂടിയും മാത്രവുമല്ല എല്ലാ തെറ്റുകളെയും തിരുത്തി, അതായത് ഈഗോ എനർജി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് നടത്തിയിട്ടുണ്ടാവാം ശക്തമായിട്ട്. നിസ്സാരമാകുന്ന കാര്യങ്ങളെ ചൊല്ലിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ വളരെയധികം ഒരു ബൗണ്ടറി തീർത്തോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് നടന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്താണേലും ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചും അത് അത്രത്തോളം പോസിറ്റീവ് അല്ലായിരുന്നുവെന്നും നിങ്ങളോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യരുതായിരുന്നുവെന്നുമുള്ള ഒരു എനർജി അവരെ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം അവരുടെ തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ തെറ്റുകളെ അവർ ഹീല് ചെയ്യാൻ, അവരിൽ നിന്നും എടുത്തു കളയാൻ, അതായത് കുറച്ച് വാശി ദേഷ്യം നിങ്ങളോട് കാണിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒന്ന് ഹീലാക്കി കളയണമെന്ന് അവർ വളരെയധികം ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണമെന്നും അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയൊരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ കറൻ്റ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകളും ഒരു സ്വരച്ചേർച്ചക്കുറവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഉണ്ടായ കാരണം. അത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതായത് നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ശരിയായൊരു എനർജി ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കുറച്ച് ഈഗോ എനർജി അവരിലുണ്ട്. നിങ്ങൾക്ക് മുന്നിലൊന്ന് തോറ്റ് തരിക, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നൊക്കെ അവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴും അവർക്ക് ഈഗോ എനർജി വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അങ്ങനെ മറ്റുള്ളവരുടെ ഇമോഷൻസിന് പെട്ടെന്ന് ഡൗൺ ആകുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പെയിൻ ഉണ്ടായി എന്നോർത്ത് അത് തിരുത്തുക അല്ലെങ്കിൽ കുറ്റബോധത്തോടു കൂടി പെരുമാറുക എന്നതൊക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഒരു ഡിഫിക്കൽറ്റി ഉള്ള വ്യക്തിയാണ്. കാരണം ഒരു സെൽഫ് ലവ് എനർജിയിൽ, അതായത് ആ ഒരു വ്യക്തിയെ കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തി ചുറ്റുപാടിനെ ആണെങ്കിലും സിറ്റുവേഷൻസിനെ ആണെങ്കിലും വ്യക്തി ബന്ധങ്ങളെയാണെങ്കിലും കണക്റ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എനർജിയെ, പേഴ്സണാലിറ്റിയെ കണക്റ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കുറച്ച് നല്ലൊരു പവർഫുള്ളായ സ്ട്രെങ്തായ മൈൻഡ് സെറ്റോട് കൂടിയ ഒരു പേഴ്സൺ ആണ്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഉടനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു തിരിച്ചറിവിലാണിപ്പോൾ ആ ഒരു വ്യക്തി. തെറ്റുകളെ തിരിച്ചറിയുന്നു. നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് മുന്നിൽ കണക്റ്റഡ് ആയിരുന്നു, എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു പേഴ്സണോടൊപ്പം നിന്നതെന്നുള്ളതെല്ലാം ആ ഒരു വ്യക്തി വളരെയധികം ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെ പോസിറ്റിവിറ്റി തന്നെയാണ് നിറയ്ക്കുന്നത്. കൂടാതെ തന്നെ ഒരു ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, അതായത് അവസാനിച്ച് നിന്ന സ്ഥലങ്ങളിൽ നിന്നും വീണ്ടും ഒരു ആരംഭം, ഒരു പോസിറ്റിവിറ്റി കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് തമ്മിൽ, അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വന്നു ചേരുമോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിൽ കുറച്ച് ഡിലേ എനർജി കാണുന്നുണ്ട്, കാലതാമസം കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വരവ് അവർ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു ഫാസ്റ്റായിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഫോക്കസ് ചെയ്ത് മടുത്ത് മൂവ് ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കാം ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നത്. എന്താണെങ്കിലും നിങ്ങളൊരു എലോൺ എനർജിയിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന അടുത്ത് നിന്നും നിങ്ങളൊരു സ്തംഭന അവസ്ഥയിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നാണ് കാണുന്നത്. ശരിക്കും ഒരു ചീറ്റിംഗ് എനർജി കറൻ്റ്ലി ഈ ഒരു റിലേഷനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് 100% ഉറപ്പാണ്. കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത്. നിങ്ങൾ ആ ഒരു സ്ട്രഗിളിങ് എനർജിയിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ നോക്കുക കേട്ടോ. ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കേട്ടോ. നിങ്ങൾ ബൗണ്ടറി ഇട്ട് ഒരു
കൂട്ടിനകത്ത് അടച്ച വിട്ട പോലെ, അതായത് നിങ്ങളൊരു ഹോൾഡ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻസിനെ തന്നെ ഹോൾഡ് ചെയ്യാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടേതാകുന്ന പോസിറ്റിവിറ്റികളെ കണ്ടെത്താനും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ്, സമാധാനപരമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ സക്സസ് ആണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ എനർജി ഈ റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ആറ്റിറ്റ്യൂഡും ഗുഡ് എനർജിയൊക്കെ ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ തന്നെ ഒരു സെലിബ്രേഷൻ, ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു സെലിബ്രേഷനൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിനുള്ള സമയമല്ല, ഇപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു സമയമല്ല. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പൂർണ്ണതയ്ക്കും സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു ഫലം ഉടനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പം നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുക.